Hi dears, welcome back. Here in this video, let us discuss the essay The Feminist Novelist by Elaine Showalter from the section first, Women's Writing, 6th semester core paper BA English. The Feminist Novelist is one of the essays from a literature of their own British novelist from Bronte to Lessing. Yes, it is one of the most influential work in feminist criticism, as it sought to establish a distinctive tradition for women writers. And the chapter titled The Feminist Novelist, that is, we have to learn. This chapter discusses on women's literature written during 19th century. ആ ഒരു കാലഘട്ടത്തിലെ വുമൺ റൈറ്റേഴ്സിനെ കുറിച്ച്, അവർ അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച്, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളെക്കുറിച്ച്, അതിൽ പരാമർശിച്ച സംഭവങ്ങളെപ്പറ്റി, അവരുടെ സാമൂഹിക പശ്ചാത്തലങ്ങൾ എത്രത്തോളം കൃത്യമായി ഇത്തരം വർക്കുകളിൽ പ്രതിപാദിക്കുന്നു. ഒരു വുമൺ റൈറ്റർ എന്ന നിലയിൽ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. And before enter into the discussion of this chapter, let us analyze previous university questions from this essay. Is here previous university questions from 2015 to 2019, the last exam, and those questions are from the first section of women's writing. There are two chapters in section first. First one, Shakespeare's Sisters by Virginia Woolf, and The Feminist Novelist by Elaine Showalter. ക്വസ്റ്റ്യൻസ് ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ, അതിൽ ക്വസ്റ്റ്യൻസ് വന്ന രീതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ രണ്ട് ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് നൽകിയിട്ടുള്ളത്. ഇതേ പാറ്റേൺ തന്നെ വരും കാലങ്ങളിലൊക്കെ വരും നെക്സ്റ്റ് എക്സാമിലൊക്കെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ലെങ്കിൽ പോലും പലപ്പോഴും മുൻകാല ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് വരാറുണ്ട്. ക്വസ്റ്റ്യൻ്റെ ശൈലിയൊന്നൊക്കെ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വരിക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പഠിക്കാനും അതുപോലെ എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ വളരെ സൗകര്യമായിരിക്കും. ഫസ്റ്റിൽ 2019 ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, വാട്ട് വാസ് ദ സെറ്റിംഗ് ഓഫ് ദി വെർജിനിയ വൂൾഫ്സ് ബുക്ക് എ റൂംസ് വൺസ് ഓൺ? ഫസ്റ്റ് ചാപ്റ്ററാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ വർഷം 2019 ചോദിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ വുമൺ ഒബ്ജക്റ്റഡ് ടു കണ്ടാജിയസ് ഡിസീസ് ആക്ട്? അത് സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്, 2 മാർക്കിനെ തന്നെ. ദെൻ എസ്സേ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്, എലുസിഡേറ്റ് ഹൗ ഷോവാൾട്ടർ ട്രേസ് ദ ട്രഡീഷൻ ഓഫ് വുമൻസ് ലിറ്ററേച്ചർ ഇൻ ഹെർ എസ്സേ. നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലെ എസ്സേ ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. ദെൻ 2018 ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് ചാസ്റ്റിറ്റി ഇൻ എ വുമൻസ് ലൈഫ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ദെൻ വൈ ഡിഡ് ദ മെയിൽ കണ്ടംപററീസ് ലൈക്ക് ഹാർഡി ആൻഡ് ഗിസ്സിങ് തിങ്ക്? സ്ത്രീകളുടെ ഈ ഒരു അവസ്ഥയെപ്പറ്റി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് ഗിസ്സിങ് ഹാർഡിയും പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഈ പറയാൻ പോകുന്ന ചാപ്റ്ററിൽ വരുന്ന ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ശ്രീനേഴ്സ് സ്യൂഡനം? അവരുടെ തൂലികാ നാമം. സെക്കൻഡ് ചാപ്റ്ററിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വുമൺ റൈറ്ററാണ് ശ്രീനർ. തൂലികാ നാമമാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ എസ്സേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്, 2018. വെർജിനിയ വൂൾഫ്സ് എസ്സേ ബ്രിങ്സ് അപ്പ് ടു അൺഫ്രീഡം ഓഫ് വുമൺ ഓഫ് ഷേക്സ്പിയേഴ്സ് ടൈംസ്. ആ ഒരു പീരീഡിൽ ഷേക്സ്പിയറിൻ്റെ ടൈമിൽ സ്ത്രീകൾ അനുഭവിച്ചിരിക്കുന്ന അൺഫ്രീഡം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 2017 ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, വാട്ട് ഷോക്കിംഗ് ഡീറ്റെയിൽസ് ഡിഡ് വെർജിനിയ വൂൾഫ് ഫൈൻഡ് ഇൻ ട്രെവലിയൻസ് ബുക്ക് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് വൈഫ്? Then what is the feminist individualism? Then 2 മാർക്കിന് മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഹിസ്റ്ററി സേസ് അബൌട്ട് ദ പൊസിഷൻ ഓഫ് വുമൺ? നെക്സ്റ്റ് പാരാഫ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വെർജിനിയ വൂൾഫ്സ് പർപ്പസ് ഇൻ ക്രിയേറ്റിംഗ് ജൂഡിത്ത് ഷേക്സ്പിയർ.
ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് 2017 ചോദിച്ചിട്ടുള്ളത്. ദെൻ എക്സേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. വെർജിന വൂവ്സ് ആർട്ടിക്കിൾസ് എക്സ്പോസസ് ദ പാട്രിയാർക്കൽ ഡിസാബിളിംഗ് പുൾ ഓൺ വുമൺ ഡിസ്കസ്. ദെൻ 2016 ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് ചാസ്റ്റിറ്റി ഇൻ എ വുമൺസ് ലൈഫ്. ദെൻ പാരാഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വാട്ട് ഡസ് വെർജിന വൂഫ് conclude about a woman's life in 16th century. Then 2015 questions, what history says about the position of woman. 2 mark question ആണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. Then why did Sriner name 2 main characters as വാൾഡോ ആൻഡ് എം. അവരുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയിലെ ക്യാരക്ടേഴ്സാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ നാമം ചെയ്തിരിക്കുന്നത് എന്നാണ്. Then next question, condition of woman in 16th century. Then paragraph മറ്റൊരു ക്വസ്റ്റ്യൻ, ക്യാമ്പയിൻ ഫോർ അബോളിഷൻ ഓഫ് കണ്ടാജിയസ് ഡിസീസസ് ആക്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെക്കൻഡ് ചാപ്റ്ററിലെ. ദെൻ എസ് എ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വെർജീനിയ വൂവ്സ് ഒബ്സർവേഷൻ ഓൺ ദി കണ്ടീഷൻ ഓഫ് വുമൺ ഇൻ ഷേക്സ്പിയേഴ്സ് ടൈം. ദെൻ എസ് എ ക്വസ്റ്റ്യൻ, മറ്റൊരു എസ് എ ക്വസ്റ്റ്യൻ കൂടി ഈ ഒരു 2015 വന്നിട്ടുണ്ട്. ഗിവ് എ ഷോർട്ട് അക്കൗണ്ട് ഓഫ് ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് മെൻഷൻ ഇൻ എലൈൻ ഷോവാൾട്ടേഴ്സ് റൈറ്റ് അപ്പ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഈ ഒരു രീതിയിലൊക്കെയാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ, ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന ചാപ്റ്ററിൽ ഏതാണ് പ്രധാനപ്പെട്ട ഭാഗമെന്നോ അല്ലെങ്കിൽ മുൻകാല ചോദ്യങ്ങൾ ഏതാണെന്നോ അതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ്റെ രീതി ഒക്കെ ചെറിയ രൂപത്തിലേക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് കിടക്കാം. യൂണിറ്റ് 2, The Feminist Novelist from a Literature of Their Own, British Novelist from Bronte to Lessing. Yes, firstly we have a small introduction about our author Elaine Showalter. About the author Elaine Showalter. Elaine Showalter was born on 21st January 1941 in Boston, US. Yes, she is an American literary critic, teacher, and the founder of Mother of Contagious, a movement concerned with women as a writer with history, themes, genres and structure of literature by women. She is a founder mother of Contagious. വുമൺ റൈറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന, അവരുടെ ലിറ്ററേച്ചർ ട്രഡീഷനെ കുറിച്ച് വളരെ ഹിസ്റ്റോറിക്കലി ആതൻറ്റിക്കലി മനസ്സിലാക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് ക്രിറ്റിസിസം. അതിൻ്റെ ഫൗണ്ടർ മദറാണ് എലൻ ഷോവാൾട്ടർ. Then she developed her doctoral thesis into her first book, A Literature of Their Own, British Woman Novelist from Bronte to Lessing. Yes, it is published in 1977. വുമൺ ലിറ്ററേച്ചറിനെ കുറിച്ച് തന്നെ ആധികാരികമായി മനസ്സിലാക്കുകയും ഒരുപാട് തിസീസുകളൊക്കെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവരുടെ ഫസ്റ്റ് തിസീസ് തന്നെ ഇത്തരമൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ആ ഒരു പുസ്തകമാണ് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്നത്. ഇത് 1977 പബ്ലിഷ് ചെയ്യുന്നത്. അതിലൊരു എസ്സെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ദെൻ ഹെർ അതർ വർക്ക്സ് ഇൻക്ലൂഡ് ദി ഫീമെയിൽ മെലഡി, വുമൺ, മാഡ്നസ് ആൻഡ് ഇംഗ്ലീഷ് കൾച്ചർ. നെക്സ്റ്റ്, സെക്ഷൽ അനാർക്കി, ജെൻഡർ ആൻഡ് കൾച്ചർ അറ്റ് ഫീൻഡി സീക്കൽ. ദെൻ ഹിസ്റ്ററീസ്, ഹിസ്റ്ററിക്കൽ എപ്പിഡമിക്സ് ആൻഡ് മോഡേൺ കൾച്ചർ, ആൻഡ് ഇൻവെൻറ്റിംഗ് ഹെർസെൽഫ്, ക്ലെയിമിംഗ് എ ഫെമിനിസ്റ്റ് ഇൻ്റലക്ച്വൽ ഹെറിറ്റേജ്. ദെൻ ഈ ഒരു എസ്സെ പഠിക്കുന്നതിന് മുമ്പ് എലൻ ഷോവാൾട്ടറിൻ്റെ ചില ഫെമിനിസ്റ്റിക് തിയറി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ് അക്കോർഡിംഗ് ടു എലൻ ഷോവാൾട്ടർ, ഫെമിനിസം ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 distinct varieties, ഫെമിനിസ്റ്റ് ക്രിട്ടിക് ആൻഡ് ജിനോക്രിട്ടിക്. ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുമ്പോൾ ഫെമിനിസ്റ്റ് ക്രിട്ടിക് emissions woman as a reader, woman as a consumer of male produced literature. The feminist reading of literary texts investigate into the images and stereotypes of women in literature. പുരുഷന്മാരാൽ എഴുതപ്പെട്ട ലിറ്ററേച്ചറിൻ്റെ ഒരു വായനക്കാരി എന്ന നിലയിൽ സ്ത്രീയുടെ ഇടപെടലിനെക്കുറിച്ചാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് ചർച്ച ചെയ്യുന്നത്. അത്തരം ലിറ്ററേച്ചറിൽ, പുരുഷന്മാർ എഴുതപ്പെട്ട ഇത്തരം ലിറ്ററേച്ചറുകളിൽ സ്ത്രീയുടെ സ്ഥാനം എന്താണ്, സ്ത്രീ എങ്ങനെയൊക്കെ ചിത്രീകരിക്കപ്പെട്ടു, അവരുടെ ഇമേജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്നതിൽ വരുന്നത്. അവിടെ വുമൺ ആസ് എ റീഡർ എന്നാണ്. ദെൻ ജിനോക്രിറ്റിക്സ് എന്ന് പറയുമ്പോൾ
ജിനോ ക്രിറ്റിക്സ് ഫോക്കസ് ഓൺ വുമൺ ആസ് എ റൈറ്റർ. സ്ത്രീ ഒരു റൈറ്റർ എന്ന രീതിയിൽ അവരുടെ ഇടപെടലിനെ കുറിച്ചാണ്, ആ ഒരു മേഖലയിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ജിനോ ക്രിറ്റിക്സ് ചർച്ച ചെയ്യുന്നത്. വുമൺ ആസ് ദ പ്രൊഡ്യൂസർ ഓഫ് ദി ടെക്സ്റ്റൽ മീനിങ്സ്. ഇറ്റ് ഡിസ്കസസ് ദ ഹിസ്റ്ററി, തീംസ്, ജനറൈസ്, സ്റ്റൈൽസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ലിറ്ററേച്ചർ ബൈ വുമൺ. സ്ത്രീ എഴുതിയ ലിറ്ററേച്ചറിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ ജനറൽസ്, അതിൻ്റെ തീംസ്, ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അവലോകനം നടത്തുകയും പഠിക്കുകയും ആ കാലത്തിലെ സ്ത്രീകളുടെ അവസ്ഥകളെപ്പറ്റി, അവരുടെ ലിറ്ററേച്ചറിലെ വന്നിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ സാമൂഹിക അവസ്ഥകൾ തുടങ്ങിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ലിറ്ററേച്ചറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങളാണ്. അപ്പോൾ ഒരു വുമൺ റൈറ്റർ എന്ന രീതിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവർക്കുണ്ടായ വെല്ലുവിളികൾ തുടങ്ങിയ കാര്യങ്ങളെയാണ് ജിനോ ക്രിറ്റിക്സ് എന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ദെൻ എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന ഈ ഒരു ബുക്കിൽ ലിറ്ററേച്ചറിലെ സ്ത്രീകളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, അവരുടെ ഇടപെടലിൻ്റെ വികാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആസ് എ റൈറ്റർ എന്ന രീതിയിൽ ആ ഒരു ഗിവൺ സിസ്റ്റത്തിൽ അവർക്കുണ്ടായ ആ ഗ്രാജ്വൽ ചേഞ്ചിനെ കാണിക്കുന്ന, ഡെവലപ്മെൻറ്റിനെ കാണിക്കുന്ന ചില പാറ്റേൺസിനെ, ചില ഫേസുകളെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായും 3 ഫേസുകളാണ്, അല്ലെങ്കിൽ 3 സ്റ്റേജുകളിലൂടെയാണ് ഫെമിനിസ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ്, ആ ഒരു ഗ്രാജ്വൽ ചേഞ്ച് നടന്നിട്ടുള്ളത്. ദറ്റ് ആർ ഫെമിനിൻ, ഫെമിനിസ്റ്റ് ആൻഡ് ഫീമെയിൽ. അതായത് ഏകദേശം 1840 മുതൽ ഇന്നോളം വരെയുള്ള കാലങ്ങളിൽ സ്ത്രീകൾക്കുടെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ, ഒരു ലിറ്ററേച്ചർ രംഗത്തെ സ്ത്രീകളുടെ ഇടപെടലിനെ കുറിച്ച് അത് വ്യത്യസ്തമായ രീതിയിലാണ് നടന്നിട്ടുള്ളത്. ഇതിൽ ആദ്യ സമയത്തുണ്ടായിരുന്ന ചില അവസ്ഥകളല്ല പിന്നീട് ഉണ്ടായിട്ടുള്ളത്, ചില മാറ്റങ്ങൾ, പുരോഗതികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 സ്റ്റേജുകളായി തിരിക്കുന്നു. ഫസ്റ്റ് വൺ, ഫെമിനിൻ ഫേസ്. ഇറ്റ് ഈസ് ഫ്രം 1840 to 1818. ഈ ഒരു പീരീഡിൽ വുമൺ ഇമിറ്റേറ്റ് ദ ഡോമിനൻറ്റ് കൾച്ചർ ആൻഡ് ഇൻറ്റേർണലൈസ് ഇറ്റ്സ് ഐഡിയ അബൌട്ട് ആർട്ട് ആൻഡ് സൊസൈറ്റി. ഈ ഒരു കാലത്തെ വുമൺ റൈറ്റേഴ്സ്, മെയിൽ റൈറ്റേഴ്സ് എങ്ങനെയാണോ എഴുതിയിരുന്നത്, അത് ഏത് ഫോർമാറ്റിലാണോ എഴുതിയിരുന്നത്, ഏതെല്ലാം കാര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുത്തിരുന്നത്, മെയിൽ റൈറ്റേഴ്സ് അവലംബിച്ചിരുന്ന രീതി ഏതാണോ അതേ രൂപത്തിൽ തന്നെ ആണ് സ്ത്രീകൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. And also these women writers are identified as male writers. They used male pseudonym because women are not allowed to write. അന്ന് സ്ത്രീകൾക്ക് എഴുതാൻ പോലും അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ എങ്ങനെയാണോ എഴുതിയിരുന്നത് അതുപോലെ തന്നെ അവർ സ്ത്രീകളെ എങ്ങനെയാണോ അവതരിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ഫെമിനിൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഓർ സെക്കൻഡ് ഫേസ്, ഫെമിനിസ്റ്റ് ഫേസ്. It is from 1880 to 1920. In the feminist stage, women protest against these ideas and advocate their own thoughts about society and art. ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും ചില മാറ്റങ്ങൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ കണ്ടു. അതായത് നിലവിലുള്ള സംവിധാനങ്ങളെ, രീതികളെ, ലിറ്ററേച്ചർ രംഗത്തെ സ്റ്റീരിയോടൈപ്പിക്കൽ രീതികളൊക്കെ എതിർക്കുകയും സ്ത്രീകളുടേതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തോട്ട്സുകളൊക്കെ അവതരിപ്പിച്ച് പുതിയൊരു ലിറ്ററേച്ചർ രീതി, നിലവിലുള്ള സംവിധാനങ്ങൾക്ക് പൊളിച്ചെഴുതുന്ന രീതി, അവരുടെ റൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഈ ഒരു ഫെമിനിസ്റ്റ് ഫേസിൽ കണ്ടു. പ്രധാനമായി ഈ ഒരു പീരീഡിൽ അവർ വോട്ട് ചെയ്യാൻ അവകാശങ്ങളൊക്കെ നേടിയെടുത്തു. അതുപോലെ ലിറ്ററേച്ചർ രംഗത്ത് തന്നെ സ്ത്രീകളെ പാരമ്പര്യമായി ചിത്രീകരിച്ചു വന്നിരുന്ന സ്റ്റീരിയോടൈപ്പിക്കൽ ഇമേജുകളൊക്കെ പൊളിച്ചെഴുതുകയും സ്ത്രീകളെ പറ്റിയുള്ള മോശമായ ചിത്രീകരണങ്ങളൊക്കെ അതിനൊക്കെ എതിർക്കുകയും സ്ത്രീകളുടേതായ തോട്ട്സുകളും ഐഡിയാസുകളൊക്കെ പ്രതിഫലിപ്പിക്കുന്ന എഴുത്തുകൾ ഈ ഒരു പീരീഡിൽ ഉണ്ടായി. ദെൻ തേർഡ് വൺ, ഫീമെയിൽ ഫേസ്. ഇറ്റ് ഈസ് 1920 onwards. In the female stage, women search for self-identity by looking inside themselves and away from dominant culture. സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ചുകൂടെ ഫ്രീഡവും ഇൻഡിപെൻഡൻറ്റ് റൈറ്റിങ്ങുമാണ് തേർഡ് ഫേസിൽ കണ്ടത്. സെക്കൻഡ് സ്റ്റേജിൽ ശരിക്ക് മെയിൽ റൈറ്റേഴ്സിനെ എതിർക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന രീതികളായിരുന്നെങ്കിൽ അതിലും ചില ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ഒരു ഡിപ്പെൻഡൻസി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ സ്വതന്ത്രമായൊരു എഴുത്താണ്, ഒരു ഓട്ടോണമസ് ആർട്ട് ആയിരുന്നു ഈ ഒരു ഫീമെയിൽ ഫേസിൽ ഉണ്ടായിട്ടുള്ളത്. അതുവരെ ഉണ്ടായിരുന്ന ഡൊമിനൻ്റ് കൾച്ചർ എന്താണെന്ന് ശ്രദ്ധിക്കാതെ, അതിനെ വേണ്ടി ചെയ്യാതെ, അതിലേക്ക് ആവശ്യമില്ലാതെ സ്വതന്ത്രമായ ആഗ്രഹങ്ങളും അവരുടെ സെൽഫ് ഐഡൻറ്റിറ്റിയെ കൃത്യമായി പ്രതിപാദിക്കുന്ന എഴുത്തുകളാണ്
ഈ ഒരു ഫീമെയിൽ സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവരുടേതായ എക്സ്പീരിയൻസുകൾ ഇത്തരം ആർട്ടിലൂടെ കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ ഈ ഒരു ഫീമെയിൽ ഫേസിലാണ് സാധിച്ചിട്ടുണ്ടായിരുന്നത്. എബൌട്ട് ദി എസ്സേ, നമ്മൾ പറയാൻ പോകുന്ന എസ്സേയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, ഏതെല്ലാം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, എന്തിനെ പറ്റിയാണ് പറയുന്നത്. ഇൻ ദ വർക്ക് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ, Showalter traces a tradition of women's literature in English by examining the works and lives of novelists from 1814s to present. ഈ ഒരു ബുക്കിൽ പറയുന്നത് 1840 മുതൽ ഇന്നോളം വരെയുള്ള കാലത്തെ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന വുമൻസ് റൈറ്റേഴ്സിനെ കുറിച്ച്, നോവലിസ്റ്റിനെ കുറിച്ച്, അവരുടെ വുമൺ ലിറ്ററേച്ചർ ട്രഡീഷനെ കുറിച്ച്, അവരുടെ വർക്കിനെ കുറിച്ചൊക്കെയാണ് പരാമർശിക്കുന്നത്. അതായത് ആ ഒരു പീരീഡിലെ മൈനർ ആൻഡ് മേജർ റൈറ്റേഴ്സിനെ കുറിച്ച്, അവരുടെ ചില കൃതികളെ എടുത്തുകൊണ്ട് ആ കൃതിയിൽ മറ്റുമൊക്കെ പരാമർശിച്ചിട്ടുള്ള സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, അന്ന് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമൂഹികമായ മറ്റു തരത്തിലുള്ള വെല്ലുവിളികളെക്കുറിച്ച്, ലിറ്ററേച്ചർ രംഗത്ത് അവർ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ ചർച്ച ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വുമൺ റൈറ്റർ എന്ന നിലയിൽ സ്ത്രീകൾ അന്ന് അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് ഏതെല്ലാം തരത്തിലാണ് ഇത്തരം വർക്കുകളിലൊക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ് us ഡിസ്കസ് ദ എസ്സേ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ്. സമ്മറി ഓഫ് ദി എസ്സേ. 1880കളിലും 1890കളിലും വുമൺ റൈറ്റേഴ്സ് അവരുടെ ഫെമിനിസ്റ്റ് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട നയങ്ങൾ രൂപീകരിക്കുന്നതിലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. പ്രധാനമായും ആ ഒരു കാലത്തെ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ആ ഒരു പങ്കിനെ അസേർട്ട് ചെയ്തുകൊണ്ടാണ്, സ്ഥാപിച്ചുകൊണ്ടാണ്, അത് പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ ഒരു എസ്സേ എലൻ ഷോവാൾട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, മെയിൽ റൈറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായി വുമൺ റൈറ്റേഴ്സിൻ്റെ എഴുത്തുകൾക്ക് വലിയ ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. മെയിൽ റൈറ്റേഴ്സിൻ്റെ എഴുത്തിൻ്റെ പിന്നിലെ താല്പര്യം, ദേ ബിലീവ്ഡ് ഇൻ ദി ആർട്ടിസ്റ്റ് ചീപ്പ് കമേഴ്ഷ്യലിസം. വ്യവസായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ ഓഡിയൻസിനെ, അവരുടെ റീഡേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അന്നത്തെ ഓഡിയൻസ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ കഥകളും നോവലുകളും എസ്സേകളൊക്കെ എഴുതുക എന്നായിരുന്നു. ഒരു ചീപ്പ് കൊമേഴ്ഷ്യലിസമായിരുന്നു അതിൻ്റെ പിന്നിൽ എങ്കിൽ, എന്നാൽ വുമൺ റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാമൂഹ്യമായ വെല്ലുവിളിയെ അതിജീവിക്കുകയും അവർ നേരിടുന്ന പ്രയാസങ്ങൾക്കെതിരെ പോരാടുകയും അതിലൂടെ ഒരു പുതിയ ലോകത്തെ വീണ്ടെടുക്കുക എന്ന ഒരു സ്വപ്നത്തോടു കൂടിയാണ്, പ്രതീക്ഷയോടു കൂടിയാണ് വുമൺ റൈറ്റേഴ്സ് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം വലിയ ഉത്തരവാദിത്തമായിരുന്നു അന്നത്തെ വുമൺ റൈറ്റേഴ്സിൻ്റെ എഴുത്തിലെ പിന്നിലെ പ്രധാനമായ താല്പര്യം. They were thrilled by the upcoming new age. അവർക്ക് കൂടുതൽ സ്കോപ്പ് ഉണ്ടാക്കുന്ന, പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന പുതിയൊരു ലോകത്തിൻ്റെ പിറവിയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് വളരെ ആവേശത്തോടു കൂടി അവർ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, അന്ന് പ്രധാനമായും എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് വലിയ വോള്യങ്ങളുള്ള നോവൽസുകളായിരുന്നു. 3 ഡെക്കർ നോവൽസ്, 3ഉം 4ഉമൊക്കെ വോള്യങ്ങളുള്ള നോവൽസുകളായിരുന്നു. എന്നാൽ അത്തരം വലിയ നോവലുകൾ, അത്തരം വലിയ വോള്യങ്ങളുള്ള പുസ്തകങ്ങൾ എഴുതുന്നതിൽ വുമൺ റൈറ്റേഴ്സ് അൺകംഫർട്ടബിൾ ആയിരുന്നു, അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതിനാൽ തന്നെ വലിയ എഴുത്തുകൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കഴിയുന്ന ചെറിയ എഴുത്തുകളായിരുന്നു വുമൺ റൈറ്റേഴ്സ് ശ്രദ്ധ കൊടുത്തിരുന്നത്. അതിനാൽ ഇത്തരം വലിയ എഴുത്തുകൾ ഉപേക്ഷിക്കുകയും അവർക്ക് കഴിയുന്ന, അവർക്ക് താല്പര്യമുള്ള ചെറിയ എഴുത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വ്യത്യസ്തമായ വെറൈറ്റി സ്റ്റൈലുകളൊക്കെ, പ്രധാനമായും ഡ്രീംസുകൾ, അലിഗറീസ്, ഫാൻറ്റസിയ ആൻഡ് കീനോട്ട്സ് തുടങ്ങിയ വ്യത്യസ്തമായ സ്റ്റൈലുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ടാണ് അവർ എഴുതിയിരുന്നത്. അപ്പോൾ അന്ന് പ്രധാനമായും എഴുതപ്പെട്ടിരുന്ന വലിയ വോള്യങ്ങളുള്ള നോവലുകളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് അവരുടേതായ ചെറിയ ചെറിയ എഴുത്തുകളായിരുന്നു വുമൺ റൈറ്റേഴ്സ് താല്പര്യപ്പെട്ടിരുന്നത്. നെക്സ്റ്റ്, unlike the feminine novelist, the feminist novelist had a high sense of responsibility, belonging and kinship to a sisterhood of women writers, which they unveil through their writings. The feminist novelist had high sense of responsibility. ഫെമിനിൻ നോവലിസ്റ്റിനേക്കാൾ, അതായത് ഫസ്റ്റ് ഫേസിലുള്ള ആ നോവലിസ്റ്റിനേക്കാൾ, വുമൺ റൈറ്റേഴ്സിനേക്കാൾ സെക്കൻഡ് ഫേസിലുള്ള ഫെമിനിസ്റ്റ് നോവലിസ്റ്റിന്
വലിയ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നതാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഫെമിനിൻ നോവലിസ്റ്റുകൾ അന്നത്തെ രീതികളെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരായിരുന്നു. സ്ത്രീകളെ എങ്ങനെയാണോ ചിത്രീകരിക്കപ്പെട്ടിരുന്നത്, അന്നത്തെ ലിറ്ററേച്ചറുകളിൽ സ്ത്രീകളെ എങ്ങനെയാണോ പരാമർശിച്ചു പോന്നിരുന്നത്, അതല്ലെങ്കിൽ പുരുഷ മേധാവിത്വ ഇത്തരം ലിറ്ററേച്ചറിൽ അവർ അവലംബിച്ചിരുന്ന സ്റ്റൈൽ എന്താണോ അത് ഫോളോ ചെയ്ത് പോരുക മാത്രമായിരുന്നു ഫെമിനിൻ നോവലിസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫെമിനിസ്റ്റ് നോവലിസ്റ്റുകൾ തങ്ങളുടെ കൂടെയുള്ള മറ്റു വുമൺ റൈറ്റേഴ്സിനെ കൂടെ പരിഗണിക്കുകയും അവരുടെ താല്പര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ വളർച്ചയ്ക്കും പുരോഗതികൾക്കുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരോടുമുള്ള ഒരു സഹോദരീ ഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വുമൺ റൈറ്റേഴ്സിൻ്റെയും വളർച്ചയും പുരോഗതിയും സ്വപ്നം കണ്ട് അവരെയും കൂടെ വളർത്തിക്കൊണ്ടുവരിക എന്ന താല്പര്യത്തോടു കൂടിയായിരുന്നു ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ അവരുടെ റൈറ്റിങ്സിലൂടെ അന്നത്തെ സ്ത്രീകൾ, വുമൺ റൈറ്റേഴ്സ് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും സാമൂഹികമായ തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ കൃത്യമായി പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർക്കും വേണ്ടി എഴുതുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥകളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാവണം എഴുതേണ്ടി വരിക. Mary Harris, in her 1894 addresses to the Women Writers' Dinner, says, "Our first duty as a woman writer is to help the cause of other women, whilst keeping up and daily and monthly journals." മേരി ഹാവിസ് അവരുടെ കൃതിയിലൂടെ പറയുന്നത് അന്നത്തെ വുമൺ റൈറ്റേഴ്സിൻ്റെ, ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ള സ്ത്രീകളെ കൂടി സഹായിക്കുക എന്നതാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ പ്രയാസങ്ങളിലൊക്കെ സഹകരിക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ്. അതോടൊപ്പം അവരുടെ ഡെയിലി മന്ത്ലി ജേർണൽസിലൊക്കെ കൃത്യമായി എഴുതി പോവുകയും ചെയ്യുക എന്നതാണ്. മറ്റു വുമൺ റൈറ്റേഴ്സിനെ, ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിനെ ഒക്കെ കൂട്ടിപ്പിടിക്കുക, ചെറുത്ത് പിടിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നത് കൂടെ ഒരു ഫെമിനിസ്റ്റ് റൈറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിരുന്നു. നെക്സ്റ്റ്, ആസ് എ ടെൻഡർ സപ്പോർട്ട് ഫോർ ദ സഫറിംഗ് വുമൺ, ഒലിവ് ശ്രീനർ wrote a novel From Man to Man, through which she wished to strengthen women. വുമൺ റൈറ്റേഴ്സ് അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾക്കുള്ള ഒരു സപ്പോർട്ട് എന്നോണം, അവരെ സഹായിക്കാനെന്നോണം ഒലിവ് ശ്രൈനർ എന്ന വുമൺ റൈറ്റർ ഫ്രം മാൻ ടു മാൻ എന്ന ഒരു നോവൽ എഴുതുകയും അതിന് പ്രധാനമായും ലക്ഷ്യീകരിച്ചിരുന്നത് അന്നത്തെ വുമൺ റൈറ്റേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക, അവർ കൂടുതൽ മുന്നോട്ട് വരാനുള്ള പ്രചോദനം നൽകുക എന്നതായിരുന്നു. നെക്സ്റ്റ്, the woman writer's duty is to regenerate the world by cleansing, repairing and beautifying it. ഒരു വുമൺ റൈറ്ററുടെ ഉത്തരവാദിത്വം എന്നത് ടു റീകൺസ്ട്രക്ട്, ടു ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. ഇൻ സെൻസ് ഒരു റീബേർത്ത്, ഒരു ലിറ്ററേച്ചർ രംഗത്തെ ഒരു റീബേർത്ത്, അതായത് മെൽ ഡൊമിനേറ്റഡായ ലിറ്ററേച്ചറിനെ ഒന്ന് ക്ലീൻ ചെയ്ത്, പ്യൂരിഫൈ ചെയ്ത്, ഒന്ന് വൃത്തിയാക്കി, അതുപോലെ റിപ്പയർ ചെയ്ത് അതിനൊന്നുകൂടിയും ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു പുതിയ വേൾഡിനെ, ഒരു പുതിയ ലിറ്ററേച്ചർ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് വുമൺ റൈറ്ററുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ്, ദ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് 1880s ആൻഡ് 1890s, ഇൻസ്റ്റെഡ് ഓഫ് ഫുൾഫില്ലിംഗ് ദെയർ ഓൺ ഫാൻറ്റസീസ് ഓഫ് സെക്ഷൽ ഫ്രീഡം, ഡിമാൻഡഡ് സെൽഫ് കൺട്രോൾ ഫോർ മെൻ. The evolutionary theory of Darwin attracted many feminists because it offered a new model for the enforcement of female influence. സെക്ഷൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ എഴുത്തുകളിലും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾക്ക് പലപ്പോഴും അവർ വിധേയരായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോചനത്തിനായി പല ആളുകളും പല രീതിയിൽ പോരാടുകയുണ്ടായി. ചില സ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും അതിനെ എതിർക്കുകയും കുടുംബ ബന്ധങ്ങൾ തന്നെ വലിച്ചെറിയുകയും സ്വതന്ത്രമായ ലോകത്തേക്ക് പോവുകയും പൂർണ്ണമായും പുരുഷന്മാരെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സെക്ഷൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട, ആ മേഖലയിലെ ചൂഷണവുമായി ബന്ധപ്പെട്ട മോചനത്തിനു വേണ്ടി ഏത് രീതിയിലൊക്കെ കാര്യങ്ങളെ സമീപിക്കണമെന്നതിൽ പല ആളുകളും, പല ഫെമിനിസ്റ്റുകളും പല അഭിപ്രായക്കാരായിരുന്നു.
എന്നാൽ 1880കളിലെയും 1890കളിലെയും ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് സെക്ഷൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട സാങ്കല്പിക ലോകം സ്വപ്നം കാണുന്നതിന് പകരം, പൂർണ്ണമായും പുരുഷന്മാരെ ബഹിഷ്കരിക്കുന്നതിന് പകരം, കുടുംബബന്ധങ്ങൾ ബഹിഷ്കരിക്കുന്നതിന് പകരം ദേ ഡിമാൻഡ് സെൽഫ് കൺട്രോൾ ഫോർ മെൻ. പുരുഷന്മാരോട് സെൽഫ് കൺട്രോളിന് വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല ആ കാലഘട്ടത്തെ എവല്യൂഷണറി തിയറി ഓഫ് ഡാർവിൻ അത് ഫെമിനിസ്റ്റുകളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഈ സെക്ഷൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട കൂടുതൽ അധികാരവും സ്വാധീനവും പകർന്നു നൽകുന്നതായിരുന്നു. Then the male writers like Gissing, Moore and Hardy imagine a new woman who fulfilled all her own fantasies of sexual freedom. നേരത്തെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഷോർട്ട് ആൻസർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ മെയിൽ റൈറ്റേഴ്സായ ഗിസ്സിങ് ആൻഡ് ഹാർഡി അവരെങ്ങനെയാണ് ആ കാലത്തെ സ്ത്രീകളുടെ ജീവിതം അല്ലെങ്കിൽ സെക്ഷൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന്. യെസ്, ദേ ഇമാജിൻ എ ന്യൂ വുമൺ ഹൂ ഫുൾഫിൽഡ് ഓൾ ഹെർ ഓൺ ഫാൻറ്റസീസ് ഓഫ് സെക്ഷൽ ഫ്രീഡം. വരുംകാലത്ത് ഇത്തരം പോരാട്ടങ്ങളുടെയൊക്കെ ഫലമായി സെക്ഷൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട അവരുടെ സാങ്കല്പിക ലോകം അവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വളരാൻ അത്തരം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു കാലം സ്ത്രീകൾക്കുണ്ടാകുമെന്നും അങ്ങനെ ഫ്രീഡം ലഭിച്ച സ്ത്രീകളെയൊക്കെ അവർ സ്വപ്നം കണ്ടിരുന്നു, അതിനൊക്കെ സാധ്യതയുണ്ട് എന്നാണ് അവർ അന്ന് കരുതിയിരുന്നത്. Next, the Contagious Diseases Act campaigns came with the traumatic force in the year 1864 to 1884. The manifesto demanding the abolition of the act was signed by 124 prominent women, including Florence Nightingale and Harriet Martineau. After this, many women had to face a series of shocking events of male brutality. ആ ഒരു കാലത്ത് വെനറൽ ഡിസീസസ്, അതായത് ലൈംഗിക സംബന്ധമായ രോഗങ്ങളുടെ സ്പ്രെഡ് തടയാൻ വേണ്ടി പാസ്സാക്കിയിരുന്ന ഒരു ആക്റ്റാണ് ദ കണ്ടാജിയസ് ഡിസീസസ് ആക്ട്. ഇതിൻ്റെ പേരിൽ ഒരുപാട് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരം വെനറൽ ഡിസീസസ്, ലൈംഗിക സംബന്ധമായ രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് സ്ത്രീകളാണ്. പ്രത്യേകിച്ച് സോൾജേഴ്സിൻ്റെ ഇടയിലൊക്കെ ഇത്തരം രോഗം സ്പ്രെഡ് ചെയ്യാനുള്ള പ്രധാന കാരണക്കാർ സ്ത്രീകളാണ് എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ആ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ അസഹ്യമായിരുന്നു. ഇതൊരു തരത്തിലും സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് അബോളിഷ് ചെയ്യാൻ വേണ്ടി, റദ്ദ് ചെയ്യാൻ വേണ്ടി, പിൻവലിക്കാൻ വേണ്ടി, ഈ ആക്ട് പിൻവലിക്കാൻ വേണ്ടി അതിന് മുന്നോട്ട് വന്നു. ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി അതിൽ സൈൻ ചെയ്തു. അതിൽ പ്രൊമിനൻ്റായ 124ഓളം ആളുകൾ, പ്രധാനമായും ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലത്തെ, ഹാരിയറ്റ് മാർട്ടിനിയെ പോലത്തെ പ്രമുഖരായ 124 ആളുകൾ അതിൽ സൈൻ ചെയ്ത് സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിനുശേഷം മെയിൽ ബ്രൂട്ടാലിറ്റി, പുരുഷന്മാരുടെ മൃഗീയമായ ഒരുപാട് പീഡനങ്ങൾക്ക്, ഷോക്കിംഗ് ഈവൻസുകൾക്ക് ആ കാലത്തെ സ്ത്രീകൾ ആയിരുന്നു എന്നതാണ് പറയുന്നത്. The women accused of prostitution were examined by policemen and doctors who became the agent of the government. Innocent women were put under the pelvic examination, which was more severe than death. Many women preferred death to the such examinations and committed suicide. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ആക്ടിൻ്റെ പേരിൽ നടന്നിരുന്ന നടപടികളൊക്കെ അതിക്രൂരമായിരുന്നു. പ്രോസ്റ്റിറ്റ്യൂഷൻ, വേശ്യാവൃത്തി ചുമത്തപ്പെട്ട സ്ത്രീകളെയൊക്കെ അത്തരം പേര് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും ഡോക്ടേഴ്സും പോലീസും കൂടി അവരെ പീഡിപ്പിക്കുകയും അതിക്രൂരമായ രീതിയിൽ തന്നെ അവരെ നിരവധി എക്സാമിനുകൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചുമത്തപ്പെട്ട സ്ത്രീകൾ പെൽവിക് എക്സാമിന് വിധേയമായിരുന്നു. ബാക്ക് ഭാഗത്തൂടെയുള്ള അത്തരം ക്രൂരമായ പരീക്ഷണം മരണത്തേക്കാൾ അതിക്രൂരമായിരുന്നു, പീഡനമായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. ഇത്തരം എക്സാമിന് നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടേഴ്സും സമൂഹത്തിൽ ഇത്തരം ലൈംഗിക രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എന്ന പേര് പറഞ്ഞ് സ്ത്രീകളെ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. Many women prefer death to such examinations and committed suicide. എന്നാൽ ഇത്തരം ഒരു എക്സാമിന് വിധേയമാകുന്നതിനേക്കാൾ
പല സ്ത്രീകളും മരണമാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അവർ പല ആളുകളും അതിൻ്റെ പേരിൽ തന്നെ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് സാമൂഹ്യമായ പ്രയാസങ്ങളിലൂടെയാണ് ആ ഒരു കാലത്ത് സ്ത്രീകൾ, പ്രത്യേകിച്ച് വുമൺ റൈറ്റേഴ്സൊക്കെ കടന്നുപോയിട്ടുണ്ടായിരുന്നത്. ഇത്തരം വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇതോടെ ലിറ്റററി വർക്കുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നത്. Then, more than Contagious Diseases campaign, women were shocked to know about the sensational series of child prostitution reported by W.T. Stead in his Pall Mall Gazette. It provided with the information that men preferred virgins, whips and rape. നേരത്തെ പറഞ്ഞ കണ്ടാജിയസ് ഡിസീസസ് ആക്ടിന് പുറമെ, അതിൻ്റെ ക്യാമ്പയിന് പുറമെ W.T. സ്റ്റെഡിൻ്റെ ചില പങ്ക്തികൾ, ചില സീരീസുകൾ അവർ വല്ലാതെ സ്ത്രീകളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പാൾമാൾ ഗസറ്റയിലാണ് അദ്ദേഹത്തിൻ്റെ സീരീസിൻ്റെ പേര് ദ മെയ്ഡൻ ട്രൈബ്യൂട്ട് ഓഫ് മോഡേൺ ബാബിലോൺ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ത്രീകളെ ഷോക്കാക്കിയിരുന്ന കാര്യം ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിരുന്നു. മാത്രമല്ല, ഇത്തരം വേശ്യാവൃത്തിക്കായി സെക്ഷൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വെർജിനെ ഉപയോഗിക്കുന്നതിനും അതുപോലെ റേപ്പ് ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം അതിലുണ്ടായിരുന്നു. മാത്രമല്ല, സ്ത്രീകളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അതികഠിനമായ രീതിയിൽ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാക്ക് ദ റിപ്പർ, എ ഡോക്ടർ ആൻഡ് എ സിഫിലിറ്റിക്, dissected the sex organs of the ward he killed and led them out for the police. He was taking revenge on women because he thought they carried the venereal disease. The fear of the venereal disease was an important factor in sexual attitude. More than that, venereal diseases in its worst form was hereditary. Syphilitic fathers carried these dreadful diseases to the innocent wives and children, as we witness in the play Ghost, written by Ibsen. This thinking of the coming generation that is are going to be endangered, women decided to take up the battle and arouse sexual morality in men. സെക്ഷൽ റിലേഷൻ്റെ പ്രയോക്താക്കൾ പുരുഷന്മാരായിരുന്നുവെങ്കിലും അതിനെ തുടർന്നുണ്ടായ വെനറൽ ഡിസീസിൻ്റെ പേരിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു. അക്കാലത്ത് ജാക്ക് ദ റിപ്പർ എന്ന ഡോക്ടർ, അദ്ദേഹം സിഫിലിസ് രോഗബാധിതനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ വേശ്യാവൃത്തിയിലേർപ്പെട്ടിരുന്ന സ്ത്രീ വോസിനെ കൊല ചെയ്യുകയും അവരുടെ സെക്സ് ഓർഗൻസ് വിച്ഛേദിച്ചുകൊണ്ട് മുറിച്ചെടുത്തുകൊണ്ട് പോലീസിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും അദ്ദേഹം ഇത്തരം വെനറൽ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് സ്ത്രീകളാണ് എന്ന് പേര് പറഞ്ഞ് അവരെ കൊല ചെയ്തുകൊണ്ട് അതിനോട് പ്രതികാരം ചെയ്യുമായിരുന്നു. മാത്രമല്ല, ഇത്തരം വെനറൽ ഡിസീസുമായി ബന്ധപ്പെട്ട ഫിയർ സെക്ഷൽ റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയായിരുന്നു. വെനറൽ ഡിസീസിൻ്റെ ഏറ്റവും പ്രയാസകരമായ സാഹചര്യം അത് ഹെറിഡിറ്ററി ആയിരുന്നു, അത് പാരമ്പര്യമായി കൈമാറപ്പെടുന്നു എന്ന ആശങ്കയായിരുന്നു. ഇബ്സൺ എഴുതിയ ഗോസ്റ്റ് എന്ന നാടകത്തിൽ നാം വായിക്കുന്നത് പോലെ അക്കാലത്തെ സിഫിലിസ് ബാധിതരായ ഫാദേഴ്സ് അവരുടെ ഇന്നസെൻറ്റ് വൈഫിലേക്കും അതുപോലെ തന്നെ അവരുടെ മക്കളിലേക്കുമൊക്കെ ഇത്തരം രോഗങ്ങൾ സ്പ്രെഡ് ചെയ്തിരുന്നു. അങ്ങനെ വലിയ തരത്തിൽ ആശങ്കയും ഭീതിയും നിറഞ്ഞതായിരുന്നു ഇത്തരം വെനറൽ ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളാൽ തന്നെ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന, പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന സ്ത്രീകൾ വരും തലമുറയുടെ ഭാവി ആലോചിച്ചുകൊണ്ട് പുരുഷന്മാരിൽ സെക്ഷൽ മൊറാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയുമുണ്ടായി. Some of the feminist writers hoped that men and women would liberate together, but extremists say that there is no use of trading with men. ഒരു പോരാട്ടത്തിൽ, മൊറാലിറ്റി വളർത്തിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിൽ, നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ചൊരു പോരാട്ടം നടത്തണമെന്ന് ചില മിതവാദികളായ ഫെമിനിസ്റ്റുകൾ ആഗ്രഹിച്ചു. പക്ഷേ എക്സ്ട്രീമിസ്റ്റുകളായ ഫെമിനിസ്റ്റുകൾ അത്തരമൊരു പോരാട്ടത്തിൽ ഒരിക്കലും പുരുഷൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് പോരാട്ടം നടത്തേണ്ട ആവശ്യമില്ല, സ്ത്രീകളുടെ ലാബിൽ നിന്നുകൊണ്ട് മാത്രമായി അത്തരം പോരാട്ടം നടത്താൻ അവർ ആഗ്രഹിച്ചു. Florence Nightingale and Beatrice Webb saw the motherhood as a trap which drained women's political and intellectual energies, and it needs rare boldness and willpower on the part of their women to remain celibate and to transmit their womanhood and motherly feelings towards the public.
ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആൻഡ് ബീട്രീസ് വെബ് അവർ പറയുന്നത് മദർഹുഡ്, അമ്മയായിരിക്കുക, മാതാവായിരിക്കുക എന്നുള്ളത് ഒരു തരം ട്രാപ്പാണ് എന്നാണ്. അമ്മയായതിൻ്റെ പേരിൽ സ്ത്രീകളൊക്കെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുകയും അതുവഴി അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ എനർജികളൊക്കെ, കഴിവുകളൊക്കെ ഇല്ലാതാവുകയും നശിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഒരു സ്ത്രീ സെലിബേറ്റായി, അതായത് ഒരു സ്ത്രീ വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ അവരുടെ സ്ത്രീത്വവും അവരുടെ മദർലി ഫീലിംഗുമൊക്കെ പൊതുസമൂഹത്തിന് കൈമാറുന്നതിനും പൊളിറ്റിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ എനർജികൾ ആവശ്യമാണ്. അതൊരു അമ്മയായതിൻ്റെ പേരിൽ നശിപ്പിക്കാനുള്ളതല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് us wind up here. Let us discuss next part in coming video. അപ്പോൾ ഈ ഒരു എസ്സേ നമ്മൾ ഏറെക്കുറെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു വീഡിയോയിൽ കൂടി ഒതുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ്റെ രീതി കൂടി മനസ്സിലാക്കി ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.